ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് സമൂസയെങ്കിലും തയ്യാറാക്കാതെ ഇരിക്കില്ല. അപ്പം ഇന്നൊരു വെറൈറ്റി സമൂസ, അതായത് റിങ് സമൂസ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ റിങ് സമൂസേൻ്റെ സമൂസ ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ നൈസായിട്ടുള്ള നൈസ് പത്തിരി വെച്ചിട്ടാണ്. അതൊക്കെ ഞാൻ ഈ റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് വിനീഗർ ആയാലും മതി. ഇനി ഇതിലേക്ക് നല്ല വലിയ 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റായി വരുള്ളൂ. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് ഇളക്കി നോക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടി 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. അപ്പോൾ ദാ ഉള്ളി നമ്മുടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തിട്ട് ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയുടെ എല്ലാ ഭാഗത്തും ഈ മസാല പൗഡറുകൾ എത്തിയിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ഉള്ളി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റിങ് സമൂസ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു നൈസ് പത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെ നൈസായിട്ട് പരത്താൻ അറിയാത്തവർക്ക് വരെ പരത്തിയെടുക്കാൻ പറ്റുന്ന വളരെ നൈസായിട്ടുള്ള സമൂസ ഷീറ്റിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് സമൂസ ഷീറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ ഒരു പത്തിരി കൊണ്ട് 2 എണ്ണം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പകുതി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡ്സുകളും കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ നൈസായതോടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. വലിയ റിസ്കുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ 4ാമത്തെ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. വളരെ അറ്റത്തേക്ക് അങ്ങോട്ട് കത്തി കൊണ്ടുപോകണ്ട. ജസ്റ്റ് ഒന്ന് നടുഭാഗം മാത്രം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് നടുഭാഗത്ത് കുറച്ച് ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടേത് കംപ്ലീറ്റ് കട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ റിങ് സമൂസ തയ്യാറാക്കിയവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൽ ഒരുപാട് തൊലിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്.
പിന്നെ ഇതിൻ്റെ 4 സൈഡ്സിലും ഇതുപോലെ ഒരു മൈദ ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക. ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയിലേക്ക് ഒരു 2-3 ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണ്, വളരെയധികം സ്പൈസി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാട്ടോ അത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി. വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മാത്രമല്ല സമൂസ ചുറ്റിയെടുക്കുന്ന സമയം പോലും വേണ്ട ഈ ഒരു റിങ് സമൂസ തയ്യാറാക്കാൻ. പിന്നെ ഇതിൻ്റെ 2 സൈഡ്സും ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ മൈദ അങ്ങോട്ടേക്ക് 4 സൈഡിലും പുരട്ടിയതുകൊണ്ട് പിന്നെ നമ്മളിതിൽ മൈദ ഒന്നും ചേർത്ത് കൊടുത്ത് പുരട്ടേണ്ട ആവശ്യമില്ല. വളരെയധികം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ കംപ്ലീറ്റും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഒരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ സമൂസക്കും കട്ട്ലറ്റിനൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം 2 സൈഡ് ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോരി മാറ്റാം. ഇതാ നമ്മുടെ സമൂസ, റിങ് സമൂസ വളരെയധികം പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ ഞാൻ കംപ്ലീറ്റും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിന് പത്തിരിക്ക് ഒരുപാട് അങ്ങ് കട്ടിയോ അതുപോലെ തന്നെ ഉറപ്പോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.